നമസ്കാരം. പ്രിയപ്പെട്ടവരെ, നാളത്തെ ദിവസം എന്ന് പറയുന്നത് 2026 ജൂലൈ മാസം 5-ാം തീയതി ഞായറാഴ്ച ദിവസം. കൊല്ലവർഷം 1201 മിഥുന മാസം 21-ാം തീയതി. സൂര്യഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്നതായ സുദിനം, അതായത് ഞായറാഴ്ച ദിവസം. ഇനി നാളത്തെ തിഥിയും നക്ഷത്രവും പഞ്ചാംഗ പ്രകാരം എപ്രകാരമാകുന്നു എന്നതുകൂടി നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. നാളെ സൂര്യോദയ സമയത്ത് നിലനിൽക്കുന്നത് കൃഷ്ണപക്ഷത്തിലെ പഞ്ചമി തിഥിയാണ്. അപ്പോൾ പഞ്ചാംഗ ഗണിത പ്രകാരം നാളെ രാവിലെ കൃത്യം ഒരു 8:04 വരെയാണ് പഞ്ചമി തിഥി ഉള്ളത്. അതിനുശേഷം ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഷഷ്ഠിതിഥി ആരംഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ ഷഷ്ഠിവ്രതം അനുഷ്ഠിക്കുന്നവർക്കൊക്കെ വളരെ പ്രധാനപ്പെട്ട, വളരെ പുണ്യദായകമായ ഒരു ദിവസം കൂടിയാണ്. നാളത്തെ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ചന്ദ്രൻ്റെ നക്ഷത്രമാറ്റമായിട്ട് വരും. അപ്പോൾ നാളെ രാവിലെ 9:42 വരെ ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്രം കുംഭം രാശിയിലാണല്ലോ വരുന്നത്. അപ്പോൾ കൃത്യം 9:42 ശേഷം ചന്ദ്രൻ പൂരുരുട്ടാതെ നക്ഷത്രത്തിലേക്കായിരിക്കും പിന്നെ പ്രവേശനം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ ജ്യോതിഷ ഗണിത പ്രകാരം നാളെ മറ്റൊരു സുപ്രധാന ഗ്രഹമാറ്റം കൂടി സംഭവിക്കുന്നുണ്ട്, അതുകൂടി അറിയേണ്ടതുണ്ട്. അതായത് നവഗ്രഹങ്ങളിലെ സേനാധിപനും ഊർജത്തിൻ്റെ പ്രതീകവുമായ ചൊവ്വ അതിൻ്റെ നക്ഷത്രമാറ്റം നടത്തുന്നുണ്ട്. അതായത് നാളെ ജൂലൈ 5-ന് ചൊവ്വ ഇടവം രാശിയിലെ രോഹിണി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. ചന്ദ്രൻ്റെ നക്ഷത്രമായ രോഹിണിയിലേക്ക് ചൊവ്വ കൂടി വരുമ്പോൾ അത് ചില നക്ഷത്രക്കാർക്ക് ധനലാഭം, ഭൂമി സംബന്ധമായ തർക്കങ്ങളുണ്ടെങ്കിൽ അതിലൊക്കെ വലിയ വിജയം ഒക്കെ സമ്മാനിക്കും. ഇൻ്റർവ്യൂകളാണെങ്കിൽ പോലും അതിലൊക്കെ വിജയം കണ്ടെത്താനായി അല്ലെങ്കിൽ വിജയം കൊയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെന്നത് ഒരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഗ്രഹവിന്യാസവും നക്ഷത്രമാറ്റവും നിമിത്തം നാളത്തെ ദിവസം മഹാഭാഗ്യം തേടിയെത്തുന്ന ഒരു 8 നക്ഷത്രക്കാരുണ്ട്. ഓരോ ദിവസവും ഗ്രഹമാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായി നമുക്ക് ഭാഗ്യത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നാളെ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റാൻ കഴിയുന്ന ആ ഭാഗ്യ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കുമ്പോൾ ആദ്യത്തെ നക്ഷത്രമായി വരുന്നത് ഭരണിയാണ്. കുംഭക്കൂറിലെ ചന്ദ്രൻ്റെ അനുകൂലമായ ഒരു വീക്ഷണം, ചൊവ്വയുടെ മാറ്റം, ഇതൊക്കെ നാളെ ഭരണി നക്ഷത്രക്കാർക്ക് അനുകൂലമായി വരുന്നുണ്ട്. അപ്പോൾ അപ്രതീക്ഷിത ധനലാഭമാണ്. മുൻപേ കിട്ടാനുള്ള പണം ഏതെങ്കിലും വിധത്തിൽ തടസ്സപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ മാറി നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന നേരത്ത് നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരും. അപ്രതീക്ഷിത ധനലാഭം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നാണ്. പിന്നെ നമുക്ക് ലോട്ടറി ഭാഗ്യത്തെ കണക്കാക്കാം. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്നതാണ് ലോട്ടറി ഭാഗ്യം. നമ്മൾ ലോട്ടറി എടുത്താൽ അടിക്കുമോ അടിക്കില്ലയോ എന്ന് ചിന്തയിലിരിക്കുന്ന വേളയിൽ പെട്ടെന്നാണ് ഒരു ഭാഗ്യദേവത നമ്മളിലേക്ക് എത്തുന്നത്. അതിനെയാണ് അപ്രതീക്ഷിത ധനലാഭം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അങ്ങനെ തടസ്സപ്പെട്ട് കിടന്ന പല കാര്യങ്ങളും, അത് സാമ്പത്തികമാകാം അല്ലെങ്കിൽ വിവാഹ കാര്യങ്ങളാകാം, ഏതുമാകാം, അങ്ങനെ തടസ്സങ്ങൾ മാറി ഭാഗ്യം അനുകൂലമായി വന്നു ചേരുന്ന ദിവസമാണ് നാളെ ഞായറാഴ്ച ദിവസം ഭരണി നക്ഷത്രക്കാർക്ക്. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. ചൊവ്വ നിങ്ങളുടെ സ്വന്തം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിനാൽ അധികാരം, സ്വാധീനം ഇവ വർദ്ധിക്കും. കുടുംബത്തിലാണെങ്കിലും നിങ്ങൾക്ക് അധികാരവും നിങ്ങളുടെ സ്വാധീനവും അവിടെ വർദ്ധിക്കുന്നതാണ്. അല്ലെങ്കിൽ സമൂഹത്തിലാണെങ്കിൽ, നിങ്ങൾ ഉദ്യോഗം ചെയ്യുന്ന മേഖലയിലാണെങ്കിൽ, അല്ലെങ്കിൽ നാളത്തെ ദിവസം നിങ്ങൾ ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെയും അധികാരം അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ മാനിക്കപ്പെടേണ്ടതാകുന്ന അവസ്ഥ സംജാതമാകും. ദീർഘനാളായി ആഗ്രഹിച്ച ഒരു കാര്യം നാളെ സഫലമാകുന്ന ഒരു ദിവസമാകും. ചിലപ്പോൾ പ്രണയിക്കുന്നവരാണെങ്കിൽ പ്രണയം തുറന്നു പറയുക, അല്ലെങ്കിൽ പ്രണയം പറഞ്ഞിട്ട് അതിന് മറുപടി കാത്തിരിക്കുന്നവരാണെങ്കിൽ ശുഭവാർത്ത കേൾക്കുക, അല്ലെങ്കിൽ വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട ഏതായാലും ഒരു ശുഭകരമായ വാർത്ത നിങ്ങളുടെ കാതുകളിൽ എത്താനുള്ള ഒരു യോഗം, ഭാഗ്യവും കൂടി രോഹിണി നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട്. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകും. പുതിയ തൊഴിൽ അവസരങ്ങൾ തേടിയെത്തുന്നതാണ്. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവരാണെങ്കിലും അനുകൂലമായ മറുപടി നിങ്ങളെ തേടിയെത്തുന്ന ഒരു ദിവസം കൂടിയാണ് നാളെ. ഇനി 4-മത് ഉത്രം നക്ഷത്രമാണ്. സാമ്പത്തികമായി ഒരു ഉന്നതിയിലേക്ക് എത്താൻ കഴിയുന്ന ഒരു ദിവസമാണ് നമുക്ക്. അതായത് സമ്പത്തില്ലാത്ത ഒരാളാണെങ്കിൽ പോലും ഒറ്റ നിമിഷം മതി സാമ്പത്തികമായ ഉയർച്ചയിലേക്ക് വരും. ഒരു ലോട്ടറി അടിക്കാനോ അല്ലെങ്കിൽ കിട്ടാതിരുന്ന കാര്യങ്ങൾ സാമ്പത്തികമായി വന്നു ചേരാൻ. അതാണ് പറയുന്നത്, ഒറ്റ നിമിഷം മതി സമ്പത്തിലേക്ക് ഉയരാനും അതേപോലെ സമ്പത്തിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് താഴേക്ക് എത്താനും. അതുകൊണ്ട് ദൈവത്തെ വളരെയേറെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക. ബിസിനസ്സിലേക്ക് ഏർപ്പെടുന്ന ആളുകളാണെങ്കിൽ പുതിയ പാർട്ട്ണർഷിപ്പുകൾ ഉണ്ടാകാൻ, അതുവഴി വൻ ലാഭം ഉണ്ടാകാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു ദിവസം കൂടിയായിരിക്കും നാളത്തേത്. ഇനി ചിത്തിര നക്ഷത്രക്കാർക്കും കുടുംബത്തിൽ ദീർഘനാളായി നിലനിന്നിരുന്ന ചില അസ്വാരസ്യങ്ങളുണ്ട്. കുടുംബത്തിനകത്ത് പറയേണ്ടത് കുടുംബത്തിനകത്ത് തന്നെ തീർക്കാൻ കൂടി ശ്രമിക്കേണ്ടതാണ്. മറ്റുള്ളവരുടെ കൈകടത്തൽ പരമാവധി ചിത്തിര നക്ഷത്ര
നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പുതിയ വസ്ത്രങ്ങളോ അല്ലെങ്കിൽ ആഭരണങ്ങളോ വാങ്ങാനോ അല്ലെങ്കിൽ സമ്മാനാദിയായി ലഭിക്കണം. സമ്മാനാദി ഗുണങ്ങൾ അല്ലെങ്കിൽ യോഗങ്ങൾ എന്ന് പറയുമ്പോൾ സമ്മാനമായി നമ്മുടെ പക്കൽ വന്നു ചേരാനുള്ള യോഗം കൂടി കാണുന്നുണ്ട്. ഇനി ചോദ്യ നക്ഷത്രക്കാരായ ആളുകൾക്കും ഉദ്യോഗാർത്ഥികൾക്ക് നാളെ വളരെ നല്ലൊരു ദിവസമാണ്. പ്രൊമോഷനോ അല്ലെങ്കിൽ ശമ്പള വർധനവോ ലഭിക്കാൻ ഏതായാലും ശുഭകരമായൊരു സൂചന നിങ്ങളെ കാത്തിരിക്കുന്നതായൊരു ദിവസമാണ്. ഇനി ഉത്രാടം നക്ഷത്രക്കാർക്കാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും വലിയൊരു മാറ്റം, ഒരു ഉണർവ്, ഒരു ഭാഗ്യവർദ്ധനവായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്നത്. കടബാധ്യതകൾ തീർക്കാനുള്ള കൃത്യമായ ഒരു വരുമാന മാർഗം നിങ്ങളിലേക്ക് ഇല്ല എന്നതാണ് ഇപ്പോൾ നിങ്ങളെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം. ഒരു ജോലിയാണ് ഇപ്പോൾ അത്യാവശ്യം, അതിനുള്ള മാർഗ്ഗങ്ങൾ തെളിയുന്ന സമയവും പ്രത്യേകിച്ച് നാളത്തെ ദിവസം മുതൽ അങ്ങോട്ട് ഭാഗ്യ സമയമാണ്. ഇനി രേവതി നക്ഷത്രക്കാർക്കും നാളെ സർവ്വകാര്യ വിജയമാണ്. മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ഏത് കാര്യവും ഭഗവാന്റെ അനുഗ്രഹത്തെ, അതായത് നമ്മുടെ കഴിവുകൊണ്ട് മാത്രമല്ല ഭഗവാന്റെ അനുഗ്രഹത്തെ നാളെ കൃത്യമായി നടപ്പിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ഗ്രഹസ്ഥിതി അനുകൂലമല്ലാത്തത് കൊണ്ട് നാളത്തെ ദിവസം അല്പം ശ്രദ്ധ പാലിക്കേണ്ടതായ ചില നക്ഷത്രക്കാരുമുണ്ട്. ഇതിലേറ്റവും പ്രധാനം ചന്ദ്രാഷ്ടമമാണ്. അപ്പോൾ ചന്ദ്രൻ കുംഭം രാശിയിലൂടെ തന്നെ സഞ്ചരിക്കുന്നതിനാൽ നാളെ ചന്ദ്രാഷ്ടമം വരുന്നത് കർക്കിടകക്കൂറുകാർക്കാണ്. അതായത് പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാർക്ക് നാളെ അല്പം ശ്രദ്ധ കൊടുക്കേണ്ടതായ ഒരു സാഹചര്യമാണ്. ശ്രദ്ധിക്കേണ്ട മേഖലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ദൂരയാത്രകൾ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ പ്രധാന രേഖകളൊക്കെ കൈവശം വെക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് വടക്ക് ദിക്കിലേക്കുള്ള യാത്ര നാളത്തെ ദിവസം പൂർണ്ണമായി ഒന്ന് ഒഴിവാക്കുന്നതായിരിക്കും നിങ്ങൾക്ക് അനുകൂലം. അഥവാ പോയേ മതിയാകൂ എങ്കിൽ ഏതെങ്കിലും അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ ഒരു നേർച്ച പറഞ്ഞിട്ട് പോകുന്നതായിരിക്കും ഉത്തമം. പണം കടം കൊടുക്കാതിരിക്കാൻ നാളത്തെ ദിവസം ശ്രദ്ധിക്കുക. ജാമ്യം നിൽക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അറിയാത്ത ആളുകളുമായി ഭക്ഷണ പദാർത്ഥങ്ങൾ പങ്കുവയ്ക്കുക, അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി കഴിക്കാതിരിക്കുകയൊക്കെ ശ്രദ്ധിക്കുക. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക. കാരണം എന്തെന്നാൽ സൂക്ഷിക്കുക എന്ന് പറയുന്നത് കൊണ്ട് ചെറിയ കാര്യങ്ങൾ പോലും വലിയ തർക്കങ്ങളിലേക്ക് വഴിമാറാൻ സാധ്യതയുള്ള ചന്ദ്രാഷ്ടമമാണ്. അതുകൊണ്ട് തന്നെ സാധ്യതയുള്ള ഒരു ദിവസമായതിനാൽ ഈ മേഖലകളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ മകം, അനിഴം, മൂല നക്ഷത്രക്കാരും അല്പം ശ്രദ്ധ വേണ്ടുന്നതാണ്. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ വരാൻ നാളെ ഞായറാഴ്ചയാണ്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് കഴിവതും നാളത്തെ ദിവസം അങ്ങ് ഒഴിവാക്കുക മകം നക്ഷത്രക്കാർ. കാരണം ഭക്ഷണപരമായി വയറിന് അല്പം എനക്കേടൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അനിഴ നക്ഷത്രക്കാരും വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അമിത വേഗത നാളത്തെ ദിവസം ഒന്ന് കുറയ്ക്കുക. അതേപോലെ അനാവശ്യ ചെലവുകൾ വരാതിരിക്കാൻ മൂലം നക്ഷത്രക്കാരും നാളെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പണം കൈകാര്യം ചെയ്യുമ്പോൾ ഒരു കൃത്യമായ പ്ലാനിങ് ഇല്ലാത്തതാണ് പലപ്പോഴും ധനപരമായി നിങ്ങൾക്ക് തടസ്സമാകുന്നത്. അതൊന്ന് നിങ്ങൾ നാളത്തെ ദിവസം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി പൊതുവായി പറയാനുള്ളത് നാളെ ഞായറാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ സൂര്യപ്രീതി വരുത്തുന്നത് സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണമാകുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നാളെ രാവിലെ കുളി കഴിഞ്ഞ് സൂര്യനാരായണനെ വന്ദിച്ച് ഒരു 12 തവണ ഓം ആദിത്യായ നമഃ എന്ന് ജപിക്കുന്നത് ഉത്തമമായിരിക്കും. ഇത് ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിന് നാളത്തെ ദിവസത്തെ പൂർണ്ണ ഭാഗ്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിന് സഹായിക്കും. ഇനി രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് അടുത്ത ശിവക്ഷേത്രം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അടുത്ത വിഷ്ണു ക്ഷേത്രം ഉണ്ടെങ്കിലോ ഒക്കെ ദർശനം നടത്താവുന്നതാണ്. ഈ ചന്ദ്രാഷ്ടമമുള്ള ഞാൻ മുൻപേ പറഞ്ഞ കർക്കിടകൻ രാശിക്കാർ നാളെ രാവിലെ തന്നെ അടുത്ത ശിവക്ഷേത്രത്തിൽ ധാരയോ അല്ലെങ്കിൽ ശിവഭഗവാന് പിൻവിളക്കോ ഒക്കെ വഴിപാടായി കഴിക്കുന്നതും ഈ ദോഷത്തെ നിങ്ങളിൽ നിന്ന് നാളത്തെ ദിവസം തുടച്ചു മാറ്റി പൂർണ്ണ ഫലം അല്ലെങ്കിൽ പോസിറ്റീവ് ഫലം തരുന്നതിന് സഹായിക്കും. അതേപോലെ നാളെ ധരിക്കാൻ ഏറ്റവും ഉത്തമമായ നിറങ്ങൾ ഓറഞ്ച് നിറമാണ്. കടും മഞ്ഞ നിറമൊക്കെ വളരെ അനുകൂലമായിരിക്കും. അപ്പോൾ അത് അല്ലാതുള്ള നിറങ്ങൾ ഒന്ന് അവോയ്ഡ് ചെയ്യുന്നത് ഉത്തമമായിരിക്കും. അതേപോലെ വിവാഹ പെണ്ണ് കാണാൻ പോകുന്നവരൊക്കെ ആണെങ്കിലും അല്പം ലൈറ്റ് മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ നാളെ ഉപയോഗിക്കുകയാണെങ്കിൽ മഞ്ഞ, ഓറഞ്ച്, പൂർണ്ണമായിട്ട് മൊത്തത്തിൽ അങ്ങ് ഓറഞ്ച് നിറമൊന്നുമല്ല, വസ്ത്രത്തിൽ എവിടെയെങ്കിലും ഓറഞ്ച് കളർ നിറം ഉണ്ടെങ്കിൽ ഉത്തമമാണ്. ഇനി അതല്ല ഓറഞ്ച് നിറമില്ല, മഞ്ഞ നിറ വസ്ത്രമില്ല, എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ഓടിപ്പോയി വാങ്ങിക്കാനൊന്നും നിൽക്കേണ്ട. തൂവാല കയ്യിലുണ്ടെങ്കിൽ ഈ നിറത്തിലുള്ള തൂവാല പോക്കറ്റിൽ കരുതിയാലും മതിയാകും. അപ്പോൾ നാളെ വൈകുന്നേരം ഒരു 5:20 മുതൽ 6:55 വരെ ആയിരിക്കും നാളെ രാഹുകാലം വരുന്നത്. അതുകൂടി അറിയുക. അപ്പോൾ ഈ ഒരു സമയത്ത് പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നത് അല്ലെങ്കിൽ ധനപരമായ വലിയ ക്രയവിക്രയങ്ങൾ ഇടപാടുകളൊക്കെ നടത്തുന്നത് പൂർണ്ണമായി വർജിക്കേണ്ടതാണ്. അപ്പോൾ ഈ സമയം 5:20 മുതൽ 6:55 വരെയുള്ള സമയം പ്രത്യേകം ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളുക. അപ്പോൾ പ്രിയപ്പെട്ടവർ, ഈ ഗ്രഹങ്ങളുടെ വിന്യാസം എങ്ങനെയൊക്കെ ആയാലും ശുദ്ധമായ ഭക്തിയോടെയും കർമ്മശുദ്ധിയോടും കൂടി മുന്നോട്ട് പോകുന്നവരെ ഒരു ദോഷവും ബാധിക്കുകയില്ല എന്ന് വീണ്ടും ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറയുകയാണ്. അപ്പോൾ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യുക. ആ കർമ്മത്തിൽ സത്യസന്ധതയുണ്ടോ, ഭഗവാൻ കൂടെ ഉണ്ടാകും. വിശ്വാസത്തോടും ഭക്തിയോടും കൂടി പോവുക. എല്ലാവർക്കും ഭഗവാൻ മഹാദേവൻ്റെ, പരമേശ്വരൻ്റെ, ദേവാദിദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു അധ്യായവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.